ഹൃദയ സംബന്ധമായ രോഗങ്ങളെക്കുറിച്ച് നാം സാധാരണയായി സംസാരിക്കുന്നത് കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം, പുകവലി, വ്യായാമമില്ലായ്മ തുടങ്ങിയ ശാരീരിക ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. എന്നാൽ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവത്തെ ബാധിക്കുന്ന ഒരു നിശബ്ദ വിപത്ത് നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട്: ഏകാന്തത. ഡെൻമാർക്കിൽ നിന്നുള്ള ഒരു പുതിയ പഠനം ഈ വൈകാരിക അവസ്ഥയുടെ ഭീകരമായ വ്യാപ്തി തുറന്നുകാട്ടുന്നു. പ്രത്യേകിച്ചും ഹൃദ്രോഗികളെ സംബന്ധിച്ചിടത്തോളം ഏകാന്തത ഒരു ഒറ്റപ്പെട്ട ജീവിത സാഹചര്യത്തെക്കാൾ എത്രയോ മാരകമാണ് എന്നാണ് ഈ പഠനം നൽകുന്ന പ്രധാന മുന്നറിയിപ്പ്. ഡെൻമാർക്കിലെ കോപ്പൻഹേഗൻ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെ PhD വിദ്യാർത്ഥിനിയായ ആനി വിങ്ഗാർഡ് ക്രിസ്റ്റൻസൺ നടത്തിയ ഗവേഷണത്തിന്റെ കണ്ടെത്തലുകൾ ഈ വിഷയത്തിൽ അതീവ ശ്രദ്ധേയമാണ്. ഏകാന്തത പുരുഷന്മാരിലും സ്ത്രീകളിലും ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനേക്കാൾ ഹൃദ്രോഗികളിൽ മോശം ആരോഗ്യഫലങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ശക്തമായ കാരണമാണെന്ന് പഠനം തെളിയിക്കുന്നു. കൊറോണറി ഹൃദ്രോഗം, പക്ഷാഘാതം എന്നിവയുമായി ഏകാന്തതയും സാമൂഹിക ഒറ്റപ്പെടലും ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് മുൻ ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ടെങ്കിലും വ്യത്യസ്ത തരം ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള രോഗികളിൽ ഇത് ആദ്യമായിട്ടാണ് അന്വേഷിക്കുന്നത്. ഇസ്കെമിക് ഹൃദ്രോഗം, അർഹിമിയ, ഹൃദയസ്തംഭനം, ഹൃദയവാൽവ് രോഗം എന്നിങ്ങനെയുള്ള പലതരം പ്രശ്നങ്ങളുള്ള 13,463 രോഗികളെ വിശകലനം ചെയ്താണ് ഈ പഠനം പൂർത്തിയാക്കിയത്. ഏകാന്തത ഹൃദയത്തിന്റെ ആരോഗ്യത്തിൽ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. പഠനമനുസരിച്ച് ഹൃദ്രോഗിയായ സ്ത്രീകളിൽ ഏകാന്തത ഇരട്ടി മരണസാധ്യതയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പുരുഷന്മാരിലും അപകട സാധ്യത ഏതാണ്ട് ഇരട്ടിയാണ്. അതായത് ശാരീരികമായ അസുഖങ്ങൾക്കൊപ്പം ഏകാന്തത എന്ന മാനസികാവസ്ഥ കൂടി ചേരുമ്പോൾ ഒരു വ്യക്തിയുടെ നിലനിൽപ്പിനുള്ള സാധ്യത ഗണ്യമായി കുറയുന്നു എന്നാണ്. ഏകാന്തതയുടെ ഏറ്റവും വലിയ പാർശ്വഫലം മാനസികാരോഗ്യത്തിൽ ഉണ്ടാകുന്ന തകർച്ചയാണ്. ഏകാന്തത അനുഭവപ്പെടുന്ന പുരുഷന്മാരും സ്ത്രീകളും ഉത്കണ്ഠയുടെയും വിഷാദത്തിന്റെയും ലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത 3 ഇരട്ടി കൂടുതലാണ്. ഈ മാനസിക സമ്മർദ്ദം വീണ്ടും ഹൃദയത്തിന് ദോഷകരമായി ഭവിച്ച് ഒരു വിഷമവൃത്തം സൃഷ്ടിക്കുന്നു. കൂടാതെ ഏകാന്തതയുള്ള ഹൃദ്രോഗികളുടെ ജീവിത നിലവാരം ഗണ്യമായി കുറവാണെന്നും പഠനം കണ്ടെത്തിയിട്ടുണ്ട്. ഈ പഠനം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉൾക്കാഴ്ച ഒറ്റയ്ക്ക് ജീവിക്കൽ എന്ന ഭൗതികമായ അവസ്ഥയും ഏകാന്തത എന്ന വൈകാരികമായ അവസ്ഥയും തമ്മിലുള്ള വ്യത്യാസമാണ്. ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ശക്തമായ ഒരു സോഷ്യൽ നെറ്റ്വർക്കോ അടുത്ത ബന്ധങ്ങളോ ഉണ്ടാകാം. അതിനാൽ അവർക്ക് ഏകാന്തത അനുഭവപ്പെടണമെന്നില്ല. എന്നാൽ ഏകാന്തത എന്നത് ആവശ്യമായത്ര സാമൂഹിക ബന്ധങ്ങൾ ഇല്ലെന്ന് ഒരു വ്യക്തിക്ക് തോന്നുന്ന വേദനാജനകമായ വൈകാരിക അവസ്ഥയാണ്. ഹൃദയ സംബന്ധമായ അസുഖമുള്ള രോഗി, അകാല മരണം, മോശം മാനസികാരോഗ്യം, താഴ്ന്ന ജീവിത നിലവാരം എന്നിവയുടെ ശക്തമായൊരു പ്രവചനമാണ് ഏകാന്തതയെന്നും ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനേക്കാൾ വളരെ ശക്തമായ ഒരു പ്രവചന ആണ് ഇത് എന്നും വിങ്ഗാർഡ് ക്രിസ്റ്റൻസൺ ഊന്നി പറയുന്നു. ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഭീഷണിയാകുന്നത് ഭൗതികമായ ഒറ്റപ്പെടലല്ല, മറിച്ച് വൈകാരികമായ ഏകാന്തത ബോധമാണ് എന്ന് ഈ പഠനം വ്യക്തമാക്കുന്നുണ്ട്. ഏകാന്തത ഹൃദയ സംബന്ധമായ ഫലങ്ങളെ മോശമായി ബാധിക്കുന്നതിന് പിന്നിൽ നിരവധി ജൈവികവും പെരുമാറ്റപരവുമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഏകാന്തത ഒരു വിട്ടുമാറാത്ത സമ്മർദ്ദാവസ്ഥയായതുകൊണ്ട് ഇത് കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോണുകളുടെ വർധനവിന് കാരണമാവുകയും രക്തസമ്മർദ്ദം കൂട്ടുകയും ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുകയും രക്തക്കുഴലുകളിൽ വീക്കത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഇത് ഹൃദ്രോഗമുള്ള ഒരാൾക്ക് വലിയ ഭീഷണിയാണ്. കൂടാതെ ഏകാന്തത അനുഭവിക്കുന്നവർ ആരോഗ്യകരമായ ശീലങ്ങൾ ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട്. അവർ വ്യായാമം കുറയ്ക്കാനും പുകവലി വർദ്ധിപ്പിക്കാനും ആരോഗ്യകരമല്ലാത്ത ഭക്ഷണം കഴിക്കാനുമുള്ള പ്രവണത കാണിക്കുന്നു. മാത്രമല്ല, കൂടെയുള്ള ഒരാളില്ലെങ്കിൽ മരുന്നുകൾ കൃത്യസമയത്ത് കഴിക്കാനോ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിക്കാനോ ഉള്ള ശ്രദ്ധ കുറയാനുള്ള സാധ്യതയും ഉണ്ട്. ഈ പഠനം ഹൃദ്രോഗ ചികിത്സാ രംഗത്ത് ഒരു സുപ്രധാന മാറ്റത്തിന് വഴിയൊരുക്കുന്നു. ഹൃദ്രോഗ ചികിത്സയിൽ ഇനി കേവലം മരുന്നുകളും ശസ്ത്രക്രിയകളും മാത്രം പോരാ, രോഗിയുടെ സാമൂഹികവും വൈകാരികവുമായ ആരോഗ്യം ഒരു പ്രധാന മാനദണ്ഡമായി കണക്കാക്കണം. ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ള രോഗികളെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അവരുടെ സാമൂഹിക പിന്തുണയെക്കുറിച്ചും ഏകാന്തത ബോധത്തെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ ചോദ്യാവലിയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഏകാന്തത അനുഭവിക്കുന്ന രോഗികൾക്ക് സാമൂഹിക പിന്തുണ ഒരു ചികിത്സയായി ഡോക്ടർമാർ കുറിക്കണം. കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾ, സപ്പോർട്ട് ഗ്രൂപ്പുകൾ, കൗൺസിലിംഗ് എന്നിവയുമായി ബന്ധം സ്ഥാപിക്കാൻ ഇവരെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. വെറും സാമ്പത്തിക സഹായത്തിനപ്പുറം ആഴത്തിലുള്ള വൈകാരിക ബന്ധം നിലനിർത്തേണ്ടത് ഹൃദയാരോഗ്യത്തിന് നിർണായകമാണ് എന്ന തിരിച്ചറിവ് കുടുംബാംഗങ്ങൾക്കും ആവശ്യമാണ്. നമ്മുടെ സമൂഹം കൂടുതൽ ഒറ്റപ്പെട്ട ഇടങ്ങളായി മാറുമ്പോൾ ഏകാന്തത ഒരു പൊതുജനാരോഗ്യ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവർക്ക് ഏകാന്തത എന്നത് രോഗത്തെക്കാൾ വലിയ അപകടമാണ്. അതിനാൽ ഇനി നിങ്ങൾ ഒരു ഹൃദ്രോഗിയെ കാണുമ്പോൾ അവരുടെ കൊളസ്ട്രോളിനെ കുറിച്ച് അന്വേഷിക്കുന്നതിന് പകരം അവരുടെ ലോകത്ത് അവർ എത്രമാത്രം ഒറ്റപ്പെട്ടവരാണ് എന്ന് തിരക്കുന്നത് പ്രധാനമാണ്. ആ ഒരു അന്വേഷണമാകാം അവരുടെ ഹൃദയമിടിപ്പ് നിലനിർത്തുന്ന ഏറ്റവും നല്ല മരുന്ന്. നമുക്ക് ചുറ്റുമുള്ളവരുടെ ഏകാന്തത തിരിച്ചറിയുകയും
അവരെ കേൾക്കാൻ സമയം കണ്ടെത്തുകയും ചെയ്യേണ്ടത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമായി മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം നമ്മുടെ ഹൃദയത്തിന് ഏറ്റവും മികച്ച ചികിത്സ നൽകാൻ കഴിയുന്നത് മറ്റുള്ളവരുമായുള്ള നമ്മുടെ സ്നേഹബന്ധങ്ങൾക്ക് മാത്രമാണ്.